എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി തോമസ്. ബാബാമിയുടെ പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകുന്നതായ ഭയം. അപ്പോൾ പല കാരണത്താൽ ഉണ്ടാകുന്നതായ ഭയമുണ്ട്. ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനെ കൊണ്ട് വേണ്ടി നമ്മൾ പറയുന്ന അവർക്കൊരു ഭയമുണ്ടാകുന്നു. അപ്പോൾ ആ ഭയം എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പോംവഴികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പല കാരണങ്ങളുണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ സ്നേഹത്തോടും ക്ഷമയോടും കൂടെ കണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വീണ്ടും ആ സ്കൂളിലേക്ക് പോകാനൊക്കെ പറ്റത്തുള്ളൂ. നമുക്കറിയാം, ഒരു പുതിയൊരു അന്തരീക്ഷം, പുതുതായിട്ട് സ്കൂളിലേക്ക് പോകുന്നത് ഒരു പുതിയൊരു അന്തരീക്ഷത്തിലേക്കാണ് അവർ പോകുന്നത്. അതേപോലെ തന്നെ മാതാപിതാക്കളിൽ നിന്നുള്ള ഒരു അകൽച്ച ഉണ്ടാകും. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ, അതുപോലെ തന്നെ ആ ഒരു യാത്ര, അവിടെ ഉണ്ടാകുന്നതായ സമയം. അപ്പോൾ ഈ കുറേ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ആദ്യം സ്കൂളിൽ പോകാനെ കൊണ്ട് മടിയുണ്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഭയമുണ്ടായിരിക്കും. അവർ പോകാനെ കൊണ്ട് താല്പര്യം കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയത്തിനുള്ളതായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് താല്പര്യം കാണിക്കാതെ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലൊരു ഭയമുണ്ടെങ്കിൽ ആ ഭയത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ചിലപ്പോൾ പഠനഭാരം കൊണ്ടുണ്ടാകും, ചിലപ്പോൾ മറ്റു കുട്ടികൾ കൂടെയുള്ളവർ കളിയാക്കുന്നു എന്നുള്ളൊരു രീതി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്നതുകൊണ്ട് അങ്ങനെ അവർക്ക് ഭയമുണ്ടാകും. പിന്നെ ചില അധ്യാപകരെ ഭയമുണ്ടാകും, പേടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ഭയമുണ്ട്, സ്കൂളിൽ പോകാനെ കൊണ്ട് ഭയമുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുക, അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അവരോട് ചോദിച്ച് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പറയാം, ഇത്രയേ ഉള്ളൂ, പേടിക്കാനെ കൊണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഭയം അവരുടെ ഉള്ളിൽ നിന്ന് മാറ്റേണ്ടതായ ഒരു കടമ നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു ഭയം അവരുടെ ഉള്ളിൽ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ അവർക്ക് പിന്നെ സ്കൂളിലേക്ക് പോകാനെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പം ഭയത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തുക. രണ്ടാമതായിട്ട് അവർക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക. അപ്പോൾ നമ്മൾ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക, പുതിയ കൂട്ടുകാരെ കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു നല്ല ഭാവിക്ക് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നല്ല അധ്യാപകരെ കിട്ടും, ഒരു നല്ല ചുറ്റുപാടാണ് അവിടെ ഉള്ളത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരു പോസിറ്റീവ് എനർജി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളെ നേരത്തെ തന്നെ വിളിക്കാനെ കൊണ്ട് വേണ്ടി എത്തിയേക്കാം. അപ്പോൾ അവരുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭയം അവരുടെ ഉള്ളിൽ നിന്ന് മാറിക്കിട്ടും. നമ്മളിപ്പോൾ അവരോട് പറയുക, അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വരുന്ന ഉടനെ, അല്ലെന്നുണ്ടെങ്കിൽ കൊണ്ടുവിടുന്ന സമയത്ത് അവരോട് പറയുക, നേരത്തെ വന്നേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വരാം, ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ മോൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അവർക്കൊരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം കൊടുത്തിട്ട് പോരുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനെ കൊണ്ട് കഴിയും. അപ്പോൾ അങ്ങനെ അവരുടെ ഉള്ളിലെ ഭയം മാറ്റിയെടുക്കാനെ കൊണ്ട് പോകും. പോകുന്നില്ല എന്നുള്ള ആ ഒരു മടി അവരിൽ നിന്ന് മാറ്റാനെ കൊണ്ടൊരു പോസിറ്റീവ് എനർജി കൊടുക്കാനെ കൊണ്ട് സാധിക്കും. അതേപോലെ തന്നെയുള്ളൊരു മറ്റൊരു കാര്യമാണ്, സ്കൂളിലെ കാര്യങ്ങളുമായിട്ട് ഒരു ക്രമീകരണം നടത്തണം. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ നേരത്തെ തന്നെ ഉറങ്ങാനും അതേപോലെ തന്നെ ഉണരാനെ കൊണ്ട് വേണ്ടി ഒരു ബഹളം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വഴക്ക്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ളതായ ഒരു രീതിയിൽ നിന്നൊക്കെ മാറ്റി അവരെ വിളിച്ചുണർത്തി സ്നേഹത്തോട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ സ്കൂളിലേക്ക് വിടുമ്പോൾ അതൊരു നല്ല ക്രമീകരണമാണ്. അല്ലാതെ ബഹളം വെച്ച് വിളിച്ച് അവർ വഴക്ക് പറഞ്ഞ് അത് അവരുടെ മനസ്സിൽ വലിയൊരു മാനസികമായൊരു സമ്മർദ്ദം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ മാനസിക സമ്മർദ്ദം മൂലം അവർക്ക് പോകാനെ കൊണ്ട് താല്പര്യം കാണത്തില്ല. പിന്നെ സ്കൂളിൽ ചെന്ന് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ ഏത് രീതിയാണെന്നുള്ളതിനെ പറ്റി നമ്മൾ അറിയുന്നില്ല. മറ്റുള്ള കൂട്ടുകാർ കളിയാക്കുന്നുണ്ടോ, ബഹളം വെക്കുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു അന്തരീക്ഷം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അധ്യാപകരുമായിട്ട് നല്ല ബന്ധം, കാര്യങ്ങളെക്കുറിച്ചൊരു ചർച്ച കുഞ്ഞുങ്ങളുടെ ഈ ഭയം മാറിയെടുക്കാൻ കൊണ്ട് സാധിക്കും.
സ്കൂളിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ അവരെന്ത് കാരണം കൊണ്ട് മടി കാണിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവരെന്ത് കാരണം കൊണ്ട് പോകുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി ചോദിക്കാനെ കൊണ്ട് വേണ്ടിയും അവരോട് സംസാരിക്കാനെ കൊണ്ട് വേണ്ടിയും സ്കൂളിലെ അധ്യാപകരുമായിട്ടൊരു നല്ലൊരു ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവി മുന്നോട്ട് പോകാനെ കൊണ്ട് സാധിക്കും. അവരുടെ ആ ഭയം മാറിക്കിട്ടും. ഒരു നല്ല ബന്ധം രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളും അതുപോലെ തന്നെ ഈ മാതാപിതാക്കളും അധ്യാപകരുമായിട്ട് ഒരു നല്ല ബന്ധം, ഈ 3 പേരുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭയം മാറിക്കിട്ടും. അവരുടെ കാരണങ്ങൾ, അവരുടെ ഭയം, അല്ലെന്നുണ്ടെങ്കിൽ അവരെ ആരാണ് കളിയാക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് സ്കൂളിലേക്ക് വരാനെ കൊണ്ട് താല്പര്യമില്ലാത്തതെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റുന്നതായ ഒരു പോംവഴി കണ്ടെത്താനെ കൊണ്ടുപോകും. ചില കുട്ടികളുണ്ട് ഒരു ഭയവുമില്ല, അവർക്ക് പോകുന്നതിന് ഭയങ്കര താല്പര്യമാണ്. എന്നാൽ എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കത്തില്ല, എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ പല കുട്ടികളിലും പല രീതിയിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും അവരുമായിട്ട് സ്നേഹത്തോടെ, അല്ലെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആ ഭയം അവരുടെ ഉള്ളിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഒരു നല്ല വിദ്യാഭ്യാസം, അല്ലെന്നുണ്ടെങ്കിൽ നല്ല സ്കൂള്, അല്ലെന്നുണ്ടെങ്കിൽ ആ സ്കൂളിനെ അവർക്ക് സ്നേഹിക്കാൻ, അംഗീകരിക്കാനെ കൊണ്ട് കഴിയത്തുള്ളൂ. പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുന്തോറും ലെവൽ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അനുസരിച്ച്, ക്ലാസ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അനുസരിച്ച് പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർക്കൊരു ആത്മാർത്ഥമായ ഒരു സ്നേഹം സ്കൂളിനോടും അധ്യാപകരോടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല വിദ്യാഭ്യാസം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. പല കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് വലിച്ച് വണ്ടിയിലേക്ക് കൊണ്ട് കയറ്റി വിടുന്നതും, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് സ്കൂളിലേക്ക് കൊണ്ടുവിട്ടിട്ട് പോകുന്നവരും ആ സമയത്ത് കരയുന്നതായ കുഞ്ഞുങ്ങളും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് കുറേ കഴിയുന്നോണ്ടേ അവർ വീണ്ടും വീണ്ടും കരയുവാണെന്നുണ്ടെങ്കിൽ അവരോട് ദേഷ്യപ്പെടുന്ന അധ്യാപകർ. അപ്പോൾ അവരുടെ മനസ്സിൽ അതൊരു മാനസികമായ ഒരു വലിയൊരു സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കാനെ കൊണ്ട് വേണ്ടി അവരോട് സ്നേഹത്തോടും ക്ഷമയോടും അവരെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവരുടെ ഭയം, സ്കൂളെന്ന് പറയുന്നതായ ഭയം അവരുടെ ഉള്ളിൽ നിന്ന് മാറ്റാൻ കൊടുക്കത്തുള്ളൂ. പല കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് ആ രീതിയിൽ കൊണ്ടുവിടുകയും കൊണ്ടുപോവുകയും ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ ഓരോ സമയങ്ങളും മുന്നോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു പുതിയ അന്തരീക്ഷമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ടു പോകാനെ കൊണ്ട് സമയമെടുക്കും. അത് കഴിയുമ്പം പിന്നെ അവരങ്ങ് ഓക്കെ ആയിക്കോളും. അപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളുടെ കടമയാണ്, അതുപോലെ തന്നെ അധ്യാപകരുടെ കടമയാണ്. അപ്പോൾ അവരെ നമ്മൾ സ്നേഹത്തോടെ ഒരുപാട് ഒരുപാട് ക്ഷമയോട് കരുതിയെങ്കിൽ മാത്രമേ അവരുടെ ഭയം ഉള്ളിൽ നിന്ന് മാറ്റാൻ കൊണ്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് സ്കൂളുമായിട്ട് ഭയമുണ്ടെന്നുണ്ടെങ്കിൽ, അതേ രീതിയിലുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും.